ആ ത്രിത്വൈക ദൈവമേ, നിൻ സ്നേഹത്തീച്ചൂലയിൽ അകൃത്യങ്ങളും പാപങ്ങളും ദഹിച്ചു നീങ്ങിടണേ. ത്രിത്വൈക ദൈവമേ, നിൻ സ്നേഹത്തീച്ചൂലയിൽ അകൃത്യങ്ങളും പാപങ്ങളും ദഹിച്ചു നീങ്ങിടണേ. പിതൃസുത പരിശുദ്ധാത്മാവാം, പിതൃസുത പരിശുദ്ധാത്മാവാം, പിതൃസുത പരിശുദ്ധാത്മാവാം, എൻ ദൈവമേ, എൻ ദൈവമേ. ത്രിത്വൈക ദൈവമേ, നിൻ സ്നേഹനീർച്ചാലതിൽ അഹന്തകളും ദുഃഖങ്ങളും ഒഴുകിപ്പോയിടണേ. ത്രിത്വൈക ദൈവമേ, നിൻ സ്നേഹനീർച്ചാലതിൽ അഹന്തകളും ദുഃഖങ്ങളും ഒഴുകിപ്പോയിടണേ. പിതൃസുത പരിശുദ്ധാത്മാവാം, പിതൃസുത പരിശുദ്ധാത്മാവാം, പിതൃസുത പരിശുദ്ധാത്മാവാം, എൻ ദൈവമേ, എൻ ദൈവമേ. Thank you, friends, for joining in this live. Thank you for watching. കഴിഞ്ഞ ദിവസം വളരെ അടിയന്തരമായിട്ടും തികച്ചും യാദൃച്ഛികമായിട്ടും ഒരു ലൈവ് ചെയ്യേണ്ടി വന്നു. അതൊരു ഫേസ്ബുക്കിലെ വന്നൊരു പോസ്റ്റിൻ്റെയും ക്ലബ് ഹൗസിൽ നടന്ന ഒരു ചർച്ചയുടെയും അടിസ്ഥാനത്തിലാണ് ആ ലൈവ് ചെയ്യേണ്ടി വന്നത്. അത് അമേരിക്കയിലെ നടക്കുന്ന ഒരു കോൺഫറൻസിൻ്റെ ചിന്താവിഷയവുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയിലെ യാക്കോബായക്കാരുടെ വാർഷിക ഫാമിലി കോൺഫറൻസിൻ്റെ ചിന്താവിഷയം. അപ്പം അതേ സംബന്ധിച്ച് ക്ലബ് ഹൗസിൽ വലിയൊരു ചർച്ച നടക്കുകയാണ്. ഈ ചർച്ച നയിച്ചത് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ടാംപായിൽ താമസിക്കുന്ന ആൻഡ്രൂസ് ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം കോട്ടയം വാകത്താനം സ്വദേശിയാണ്, വർഷങ്ങളായിട്ട് അമേരിക്കയിലുള്ളതാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ഇരുന്ന് ഒരു റൂം നടത്തുകയാണ്. യാക്കോബായക്കാരെ കണക്കറ്റ് വിമർശിക്കുകയും അതിരറ്റ് പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിമർശനത്തിനും പരിഹാസത്തിനും ഒക്കെ ഇരയായിട്ട് ഈ അമേരിക്ക യാക്കോബായ സഭയിലെ ഒരു പ്രധാന വ്യക്തിയായ ചെറിയാൻ ജേക്കബ് എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം ഉത്തരം പറയാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പം ഞാനിത് യാദൃശ്യമായിട്ട് ഈ റൂം കണ്ടതാണ്. അപ്പോഴാണ് ആ തലക്കെട്ട് അല്ലെങ്കിൽ ആ ചിന്താവിഷയം ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അതേപ്പറ്റി ഓൺ ദ വേയിൽ ചെറിയൊരു ലൈവ് ചെയ്തിരുന്നു. അപ്പം ആ ഒരു വിഷയത്തെപ്പറ്റി പറയാനാണ് താല്പര്യപ്പെടുന്നത്. ഈ ചിന്താവിഷയം എന്ന് പറഞ്ഞ യഹോവയെ അന്വേഷിച്ച് കണ്ടെത്താകുന്ന കാലമാണിത്, ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം, ഇതാണ് ചിന്താവിഷയം. അതേപ്പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്.
യഹോവയെ അന്വേഷിക്കുന്നതിനെ പറ്റി അന്വേഷിക്കുവീൻ കണ്ടെത്തും എന്നാണല്ലോ. വയലാർ രാമവർമ്മയുടെ അഭിപ്രായത്തിൽ കണ്ടെത്തും, ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ല. അത് പിന്നീട് യേശുദാസിന്റെ ഫേവററ്റ് പാട്ടുമായി. കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. വയലാറിന്റെ ഒരു ഹോപ്പ്ഫുൾ തിങ്കിങ് ആണ്. വയലാർ രാമവർമ്മ മലയാളികളുടെ പ്രിയപ്പെട്ട കവിയാണ്. മാറ്റൊലി കവി എന്ന് മാർക്സിസ്റ്റുകാർ തന്നെ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം അല്പം കമ്മ്യൂണിസ്റ്റ് പക്ഷത്ത് നിന്ന് വഴിമാറി സഞ്ചരിക്കുന്നുവോ എന്ന് സംശയം തോന്നിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ അദ്ദേഹത്തെ അല്പം തൊട്ട് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തെ പരിഹസിച്ചു, മാറ്റൊലി കവി. വയലാർ രാമവർമ്മ ഒട്ടും വിട്ടുകൊടുത്തില്ല. അദ്ദേഹം അത് ഏറ്റെടുത്തു. ഓക്കെ, ഞാൻ മാറ്റൊലി കവി തന്നെയാണ്. അതുകൊണ്ട് പിന്നീട് മാറ്റൊലി കവിതകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇന്നിപ്പം വയലാർ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ടാണ് പലരും കരുതുന്നത്. പക്ഷെ കാലത്തിന്റെ കാവ്യനീതി, അദ്ദേഹം എഴുതി വെച്ച ഈ പാട്ടുണ്ട്, ബലികുടീരങ്ങളെ. അപ്പൊ ആ പാട്ട് തീരുമ്പം യുഗങ്ങൾ നീന്തി നടക്കുന്ന ഗംഗയിൽ താമരമുകുളങ്ങൾ വിരിയുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രവചന ശബ്ദമായി പോയി. വയലാർ സത്യത്തിൽ കേരളത്തിലെ ഒരു പ്രോഫറ്റ് ആയിരുന്നു ഞാൻ ചിന്തിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതിയ പല കാര്യങ്ങളും പ്രവചന സ്വഭാവമുള്ളതാണ്. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ പിരിഞ്ഞു താമരമുകുളങ്ങൾ. അപ്പൊ BJP-കാരുടെ മീറ്റിങ്ങിൽ ഇപ്പൊ ആ പാട്ട് വെക്കാം. സത്യത്തിൽ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ വെക്കുന്നതിനേക്കാൾ ആ പാട്ട് ബലികുടീരങ്ങളെ, ബലിദാനി എന്ന പേര് RSS-കാരാണ് ഉപയോഗിക്കുന്നത്, സംഘപരിവാറാണ്. അപ്പൊ ബലികുടീരങ്ങളും അവരുടേതാണ്. അത് തന്നെയല്ല, പാട്ട് അവസാനിക്കുമ്പം ഗംഗയിലൂടെ താമരമുകുളങ്ങൾ BJP-യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. താമരമുകുളങ്ങൾ ഒഴുകി വരുന്നതായിട്ടാണ്. ഇനി ആ പാട്ട് കമ്മ്യൂണിസ്റ്റുകാർ വെക്കണ്ട. കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ള, നീ തീർന്നടാ, നീ തീർന്നു. കാരണം ബലികുടീരങ്ങൾ എന്നുള്ള പാട്ട് ഇനി നിങ്ങളുടെ യോഗത്തിലൊന്നും പ്ലേ ചെയ്തിട്ട് കാര്യമില്ല. ആ പാട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് BJP-ക്കാണ്. അത് തന്നെയല്ല, ഈ വയലാർ രാമവർമ്മയെ കമ്മ്യൂണിസ്റ്റുകാർ അവസാന കാലത്ത് തൊട്ട് മാറ്റി നിർത്തി. പക്ഷെ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അസാമാന്യമായ സ്വാധീനം ഉണ്ടായിരുന്നു, വലിയ അംഗീകാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അപമാനിക്കാനാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലാർ രാമവർമ്മ എഴുതി ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കും. അതൊരു ഹോപ്പ്ഫുൾ തിങ്കിങ്. ഞാൻ പറഞ്ഞത് വയലാറിനെ പോലെയാണോ യാക്കോബായക്കാരൻ കണ്ടെത്താൻ വേണ്ടി അന്വേഷിക്കുന്നത്? അപ്പൊ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇവരുടെ ചിന്താവിഷയമായിട്ട് ഇവര് തെരഞ്ഞെടുത്തത് യഹോവയെ അന്വേഷിച്ച് കണ്ടെത്താകുന്ന കാലത്ത് അന്വേഷിക്കുവിൻ. ഒരുപക്ഷെ കണ്ടെത്തിയേക്കാം, കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അതാണല്ലോ. അപ്പൊ അങ്ങനെ ഉറപ്പൊന്നും ആരും കൊടുക്കുന്നില്ല. കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കാം. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, ഈ യഹോവയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കൂരിരുട്ടിലാണ് വസിക്കുന്നത്. അപ്പോൾ ശലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു. 1 രാജാക്കന്മാർ 8:12. അപ്പൊ ഈ കൂരിരുട്ടിലാണ് യഹോവ വസിക്കുന്നത്. ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനാണ് യാക്കോബക്കാര് അമേരിക്കയെ ശ്രമിക്കുന്നത്. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകതരം ടോർച്ചുകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ ഒക്കെ വേണ്ടിവരും. അപ്പൊ ഇൻഫ്രാറെഡ് കണ്ണാടികൾ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കൂരിരുട്ടിലിരിക്കുന്ന സാധനം കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ യഹോവയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെന്തൊക്കെ സാമഗ്രികളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ തനിക്കും യഹോവയ്ക്കും തമ്മിൽ യാതൊരു സമ്പർക്കവും ഇല്ല എന്ന് ഉച്ചസ്ഥരം ഉദ്ഘോഷിക്കുവാനാണ് യേശുക്രിസ്തു വന്നിട്ട് പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കണ്ടോ? ഇത് നിങ്ങൾ നോക്കണം. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ്. ഏതാണ്? കാരണം ഈ വാക്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മൾ പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം നിങ്ങൾ നോക്കേ. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, താൻ കൂരിരുളിൽ വസിക്കും.
ഇനി നിങ്ങൾ ഏറ്റവും വലിയൊരു തമാശ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കണ്ടോ? അപ്പം 8:12 രാജാക്കന്മാർ 8:12 രാജാക്കന്മാരുടെ പുസ്തകം കൃത്യം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, റെഫറൻസ് ഓർത്തിരിക്കാൻ നല്ലതാണ്. 8:12 താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യോഹന്നാൻ 8:12 താൻ വെളിച്ചമാകുന്നുവെന്ന് യേശു അരുളി ചെയ്യുന്നു. എത്ര കൃത്യമാണ് നിങ്ങൾ ഓർത്തു. ഓക്കെ, ദെൻ ഇത് നമ്മളെ ഈ കൂരിരുളിൽ ഇരിക്കുന്ന ആളെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എങ്ങനെ തിരക്കി പിടിക്കാൻ പറ്റും? ഇപ്പൊ കൂരിരുളിൽ ഇരിക്കുന്ന ആളുമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നീട് ട്രോളോട് ട്രോളാണ്. പൗലുസ്ലീഹ വന്നിട്ട് എഴുതുകയാണ്, ഇരുളിന് വെളിച്ചത്തോടെ എന്ത് കൂട്ടായ്മയാണുള്ളത്, ഇരുളും വെളിച്ചവും തമ്മിൽ എന്ത് സംബന്ധമാണുള്ളത്. അപ്പൊ എന്താണ് ഈ അർത്ഥമാക്കുന്നത്? അപ്പൊ പുതിയ നിയമത്തിന്റെ പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ പഴയ നിയമത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുമ്പോഴാണ് ആരെ ഉദ്ദേശിച്ച് എഴുതിയിരിക്കുന്നത് പിടികിട്ടുന്നത്. ഇരുളെന്നും കൂരിരുളെന്നും ഇരുട്ടെന്നും ഒക്കെ പറയുന്നത് ഈ ന്യായപ്രമാണത്തിനെയും യഹോവയെയും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർ, ഇരുട്ടിലിരിക്കുന്നവർ, ഇരുട്ടിൽ ഇരുട്ടിൽ പുറപ്പെടുന്ന വചനം, ഉച്ചയ്ക്ക് പുറപ്പെടുന്ന സംഹാരം, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം. എന്തുട്ട് തേങ്ങയാണ് 91-ാം സങ്കീർത്തനം, 91 മസുമുറാന്നാണല്ലോ യാക്കോയക്കാർ പറയുന്നേ. പാദനമസ്കാരമൊക്കെ ചൊല്ലുമ്പോൾ നിന്ന് പിടിപ്പിക്കുകയാണ് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനം. അപ്പൊ എന്താണ് ഇരുട്ട്? ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായപ്രമാണമാണ്. അപ്പൊ ഇരുട്ടിന്റെ ശക്തികളുമായിട്ട് നമുക്ക് ബന്ധമില്ല. പൗലുസ്ലീഹ പറയാണ്, അന്ധകാരവുമായിട്ട് പ്രകാശത്തിന് എന്ത് യോഗ്യതയാണുള്ളത്? നോ റിലേഷൻ, നോ കണക്ഷൻ, നോ കോംപ്രമൈസ്, നോ അസോസിയേഷൻ, നത്തിങ് ഡൂയിങ്. ഒരു ബന്ധവുമില്ല. അപ്പൊ അത്ര വ്യക്തമായി വേർപാട് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞ റെഫറൻസ് ഓർത്തണം, 8:12. അപ്പൊ രാജാക്കന്മാർ 8:12 വായിച്ചാൽ യഹോവ കൂരിരുട്ടിലാണ്. യോഹന്നാൻ 8:12 തന്നെ പറഞ്ഞിരിക്കുന്നു യേശു വെളിച്ചത്തിലാണ്. വെളിച്ചമാണ് യേശു, വെളിച്ചത്തിലാണെന്നല്ല. അടുത്തുകൂടാൻ വയ്യാത്ത പ്രകാശം എന്നാണ് പൗലുസ്ലീഹ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഗംഭീരമായിട്ട്. അപ്പോൾ ഈ പ്രകാശത്തിലിരിക്കുന്നതിനെ പിന്നെ തെരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇരുട്ടത്തിരിക്കുന്നതിനെ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ അമേരിക്കയിൽ യാക്കോയക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, ഇരുട്ടത്തിരിക്കുന്ന പുള്ളിയെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് പണ്ട് ബാലരമയിലൊക്കെ ഉണ്ട്, മോട്ടു മൊയിലിനെ കണ്ടുപിടിക്കുക. ഞാനൊക്കെ ബാലരമയൊക്കെ വായിക്കുന്ന കാലത്ത് പെൻസിലും ഒക്കെ എടുത്ത് മോട്ടു മൊയിലിനെ കണ്ടുപിടിക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അമേരിക്കയിലെ യാക്കോയക്കാർ യഹോവയെ കണ്ടുപിടിക്കാൻ വേണ്ടി തുനിഞ്ഞിരിക്കാൻ പ്രത്യേക ഇൻഫ്രാറെഡ് ക്യാമറകൾ, പ്രത്യേക ശക്തിയേറിയ ടോർച്ചുകൾ, ഇവയൊക്കെ ഉപയോഗിച്ച് യഹോവയെ കണ്ടുപിടിക്കും. കിട്ടിയതുമാണ് എന്ന് യഹോവ സ്വയം കമന്റും പറയും. കാരണം പുള്ളി കൂരിരുട്ടിലാണ് ഇരിക്കുന്നത്, ആർക്കും പിടികൊടുക്കത്തില്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല, ഞാൻ ഇരുട്ടത്തിരുന്നോളാം. അപ്പൊ ശലോമോൻ തന്നെ പറഞ്ഞു പുള്ളി ഒന്നും കിട്ടത്തില്ല, പുള്ളി ഇരുട്ടിലാണ്. ഇരുട്ടിലിരിക്കുന്ന പരാജയപ്പെട്ടവനും ലജ്ജിതനുമാണ്. യഹോവ ഒരു പരാജയപ്പെട്ട ദൈവവും ലജ്ജിതനായ ദൈവവും അപമാനിതനായ ദൈവവുമാണ്. തൻ്റെ ആസക്തികളും തൻ്റെ അഭിലാഷങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും ഒന്നും പൂർത്തീകരിക്കാനാകാതെ തികച്ചും പരാജയപ്പെട്ട ഒരു ദൈവമാണ്. പ്രകാശത്തിലിരിക്കുന്ന ആരാണ്? വിജയ ശ്രീലാളിതനായ യേശുക്രിസ്തുവിനെ പറ്റി ആദിമസഭ പറയുന്നത് വിക്ടർ, ക്രിസ്റ്റസ് വിക്ടർ എന്നാണ്. ജയാളിയായ ക്രിസ്തു പരസ്യമാണ്. ക്രിസ്തു കുരിശിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുമ്പോൾ പോലും പരസ്യമായിട്ട് അവൻ തൂക്കപ്പെട്ടു. രഹസ്യമായ ഇടപാടുകളല്ല. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ അടുത്ത് ചെന്ന് വീക്ഷിച്ചതും ഞങ്ങളുടെ കാതുകളാൽ ഞങ്ങൾ ശ്രവിച്ചതും ഞങ്ങളുടെ അങ്കുലികളാൽ ഞങ്ങൾ സ്പർശിച്ചനുഭവിച്ചതും ആയിട്ടുള്ള ജീവന്റെ വചനം. He so visible, he was so visible, he was so audible and he was so tangible എന്നാണ് അപ്പോസ്തലൻ ജോൺ ടെസ്റ്റിഫൈഡ്. അത് അവിചാരിതമായിട്ട് അത് ഒരു തടസ്സം നേരിട്ടു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചിന്താവിഷയത്തെ പറ്റിയാണ്.
യഹോവയെ അന്വേഷിച്ച് കണ്ടെത്താകുന്ന കാലമാണിത്, അതുകൊണ്ട് നമുക്കിപ്പോൾ കണ്ടെത്താം. ഇതാണ് ആ വാക്യം. ബൈബിളിൽ നിന്ന് ഒരു വാക്യം നമ്മൾ എടുക്കുമ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വാക്യങ്ങൾ എടുത്ത് അവനവന്റെ ആവശ്യത്തിന് അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ബൈബിൾ വ്യാഖ്യാന രീതിയാണ് പെന്തക്കോസ്ത് കരിസ്മാറ്റിക് വിഭാഗങ്ങൾ പൊതുവെ അവലംബിക്കുന്നത്. അപ്പൊ ഇവിടെ യഹോവയെ അന്വേഷിച്ച് കണ്ടെത്താം എന്നൊക്കെ പറയുന്നത് കാരണം യഹോവ എന്ന് പറഞ്ഞാൽ അവരെ സഹായിക്കും, അവരെ രക്ഷിക്കും, അവർക്ക് തുണ നിൽക്കും എന്നൊക്കെ അവര് പ്രതീക്ഷിക്കുന്ന ദൈവമാണ്. അപ്പൊ അവരുടെ അട്ടർ ഡിസ്ട്രസ്സില്, ഡിസ്പെയറില്, അവരുടെ ഡിസപ്പോയിൻമെന്റില്, അവരുടെ ടൈംസ് ഓഫ് ഡിഫീറ്റിലൊക്കെ അവര് പറയുകയാണ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കണം. ഇത് ക്രിസ്തുവിന് മുമ്പ് യെശയ്യാവ് പ്രവാചകൻ, അത് ബാബേൽ പ്രവാസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ബാബേൽ പ്രവാസത്തിന്റെ കാലത്ത് ഇസ്രായേൽ കംപ്ലീറ്റ് ലോസ്റ്റ് ആയിപ്പോയി. അവരുടെ ക്യാപിറ്റൽ സിറ്റി ഡിസോലേറ്റ് ആയിപ്പോയി. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തില് അവര് പറയുന്നതാണ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം, ഇനിയിപ്പം മറ്റൊരു മാർഗമില്ല. ഇപ്പൊ മനുഷ്യന്റെ ദൈവാന്വേഷണം എന്നുള്ളതാണ് ദൈവത്തെ അന്വേഷിക്കുക. ഇത് പൊതുവെ ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളിലും മതങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഈ രൂപത്തിൽ ഇപ്പം മതചിന്തകളില് ദൈവത്തെ അന്വേഷിച്ചു പോവുക, ദൈവത്തെ കണ്ടെത്തുക, സായുജ്യം എന്നൊക്കെ പറയുക. അതായത് ദൈവത്തെ കണ്ടെത്തി സായുജ്യം അടയുക, ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുക, സാലോക്യം പ്രാപിക്കുക, സാഫല്യം, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണ്. അപ്പം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്താ കൊമ്പത്ത് കാണാമറയത്ത് ഒക്കെ എവിടെയോ ആണ് ഈ ദൈവം ഇരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ ഇവിടെ ഫണ്ടമെന്റൽസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം? ഇപ്പൊ ഏറ്റവും വലിയ അപകടം ഇതാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട്. എല്ലാ സഭാവിഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ശത്രുക്കളുണ്ട്. അതിന്റെ കാരണം അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ അവർക്കുണ്ട്. അവർക്ക് ഉദ്ദേശങ്ങളുണ്ട്, പല പല ഉദ്ദേശങ്ങളുണ്ട്. പണ്ടൊരു തമാശക്കാരൻ പറഞ്ഞു ഉദ്ദേശമുള്ളവനാണ് ഉദ്ദേശി, അതുകൊണ്ടാണ് അവനെ ഉദ്ദേശി എന്ന് വിളിക്കുന്നത്, ഉപദേശിയല്ല. പല ഉദ്ദേശങ്ങളാണ് ഇവർക്കൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള അവരുടെ ഉദ്ദേശങ്ങളെ സ്ഥാപിക്കാൻ പലപ്പോഴും സ്വതന്ത്രമായ, നിഷ്പക്ഷമായ, ക്രമീകൃതമായ വേദപുസ്തക പാരായണവും പഠനവും തടസ്സമാവും. അപ്പൊ അതുകൊണ്ട് അവനവന്റെ ഇഷ്ടത്തിന് ബൈബിൾ വ്യാഖ്യാനിക്കുക എന്നുള്ളൊരു രീതിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, എന്താണ് അതിന്റെ അർത്ഥം. അപ്പൊ ടെക്സ്റ്റ്, പ്രീ ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്, ഓഡിയൻസ് റെലവൻസ് എന്നിങ്ങനെ 4 പാരാമീറ്ററുകൾ ഉപയോഗിച്ച് ബൈബിൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ ആളുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. അതിന്റെ വലിയൊരു ലക്ഷണമാണ് ഗ്ലോറിയസ് ഗോസ്പൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആ രൂപത്തിൽ ബൈബിളിനെ വായിക്കുവാനും പഠിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ആളുകളെ എൻകറേജ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വതന്ത്രരായി. സ്വാതന്ത്ര്യത്തിന്റെ സ്വർണ വിഹായസിലേക്ക് ചിറകടിച്ച് പറക്കുകയാണ്. അപ്പൊ ആ സ്വാതന്ത്ര്യമാണ് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തത്. അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുതെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് നമുക്ക് വാണിംഗ് തരുന്നത്. അപ്പൊ ആ അടിമനുഖത്തിൽ പിന്നെയും ആളുകൾ കുടുങ്ങുന്നു. അതുകൊണ്ടാണ് അടിമനുഖത്തിൽ ആളുകളെ കുടുക്കിയിട്ടെങ്കിലേ അടിമ കച്ചവടക്കാർക്ക് പ്രയോജനമുള്ളൂ. ക്രിസ്ത്യാനിറ്റി ഇന്നൊരു അടിമപ്പാളയവും ക്രിസ്തീയ നേതാക്കന്മാർ അടിമ കച്ചവടക്കാരും ആയി മാറിയിരിക്കുന്നു. ക്രിസ്തു എന്ത് വിഭാവനം ചെയ്തോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ക്രിസ്തീയ സഭകളിൽ നടക്കുന്നത്.
ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ടാണ് ബൈബിള് പിന്നെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്നത് കുഴപ്പമുണ്ടോ? ഈ മധ്യവേനൽ അവധിക്കാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ഇനിയിപ്പോ കുറച്ച് ദൈവത്തെയും കൂടെ അന്വേഷിക്കാം. ഈ 10 മാസവും നമ്മള് ലോകത്തിന്റെ പിന്നാലെ, പണത്തിന്റെ പിന്നാലെ, പ്രശസ്തിക്ക് പിന്നാലെയൊക്കെ അലയുകയായിരുന്നു. ഇനി കുറച്ച് ഒരു 3 ദിവസമെങ്കിൽ 3 ദിവസം നമുക്ക് ദൈവത്തെ ഒന്ന് അന്വേഷിച്ചാലോ? അപ്പൊ ഒറ്റ കേൾവിയിൽ ആർക്കും കുഴപ്പമില്ല, നന്നായിരിക്കുന്നു, കൊള്ളാം എന്ന് തോന്നും. അപ്പൊ ഇവിടെയാണ് ഈ ക്രിസ്ത്യാനിറ്റി എന്താണ് മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്. നമ്മൾ ഉത്തമഗീതങ്ങൾ വായിക്കുമ്പോൾ ഉത്തമഗീതങ്ങൾക്കകത്ത് ഈ നായികയോട് യെരുശലേമിലെ പെണ്ണുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരെ ഉത്തമഗീതത്തിനകത്ത് യെരുശലേം പുത്രിമാർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ യെരുശലേം പുത്രിമാരെ ചോദിക്കുകയാണ്, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരിൽ നിന്ന് എന്താണ് വിശേഷതയുള്ളത്? വാട്ട് ഈസ് ദ യുണീക്ക്നെസ് ഓഫ് യുവർ ബിലവഡ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി? വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യുവർ ബിലവഡ് മേക്ക് ഹിം ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ? ഇത് ചോദ്യമാണ്. എന്താണെന്ന് അറിയാനുള്ളത്. അപ്പൊ എന്താണ് ലോക മതങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയെ വ്യത്യസ്തമാക്കുന്നത്? സത്യത്തിൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി ലോകത്തിലെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലോകത്തിലെ ഏതൊരു മതവും പോലെ തന്നെ ഒരു മതമാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയാലും അതിൻ്റെ പെർസ്പെക്റ്റീവ്സ് ആയാലും എല്ലാം സെയിം ആണ്. അതിന്റെ കാരണം എന്താ? അതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരായി പോകരുത്. കാരണം ലോകത്ത് മതങ്ങളുണ്ട്, ലോകത്ത് തത്വചിന്തകളുണ്ട്, ഫിലോസഫീസ് ആർ ദെയർ, റിലീജിയൻസ് ആർ ദെയർ. ഡു നോട്ട് കൺഫോം ടു ദം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇറ്റ്സ് ലീഡേഴ്സ് കൺഫോംഡ് ക്രിസ്ത്യാനിറ്റി വിത്ത് ദം. അപ്പൊ ഇന്ന് ലോകത്തിന്റെ മതങ്ങളും ലോകത്തിന്റെ തത്വചിന്തയും പോലെ we are lost and we are orphans and we are distant and we are alienated. So we have to find out our God. We have to do a search. ഇതാണ്. അപ്പം സ്പിരിച്വാലിറ്റി ഇറ്റ്സ് എ ക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ്. ഇപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തീർത്ഥയാത്ര നടത്തുക, പുണ്യയാത്രകൾ, തീർത്ഥാടനം, തീർത്ഥങ്ങൾ തേടി യാത്ര ചെയ്യുകയാണ്. അപ്പം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഭാരതീയ സങ്കല്പത്തിലാണെങ്കിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ പല ദശകളിലൂടെ മനുഷ്യന്റെ ജീവിതം കടന്നു പോകുമ്പോൾ, അപ്പൊ ബാല്യം എന്ന് പറയുമ്പം അവൻ ബ്രഹ്മചര്യം പാലിക്കുകയാണ്, വിദ്യാഭ്യാസം. പിന്നീട് ഗാർഹസ്ഥ്യാശ്രമം, പിന്നെ ഗൃഹസ്ഥാശ്രമം, ഗാർഹസ്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ വാനപ്രസ്ഥം, ചുമതലകൾ ഒഴിയുന്നു. പിന്നെ സന്യാസം, അൾട്ടിമേറ്റ്. അപ്പം അവസാനത്തെ ഒരു പരിപാടിയാണ് ദൈവത്തെ അന്വേഷിക്കുക. മനസ്സിലായോ? ഭാരതീയമായ ഒരു രീതിയാണ്. ചെറുപ്പത്തിൽ അവൻ കാകബുദ്ധി, ഭഗവദ്ധ്യാനം എന്നൊക്കെ നമ്മൾ കേട്ടില്ല. ജീർണ വസ്ത്രം, അല്പാഹാരം, ഏവം വിദ്യാർത്ഥി ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇവനെ ബ്രഹ്മചര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച് ഗൃഹസ്ഥാശ്രമം കഴിയുമ്പോൾ അവൻ റിട്ടയർ ചെയ്തിട്ട് മക്കൾക്ക് മേൽനോട്ടം കൊടുത്ത് കുടുംബത്തിൽ തന്നെ താമസിക്കുക. അതിനാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. വീട്ടിൽ തന്നെയുണ്ട്, പക്ഷെ ചുമതലകളൊന്നുമില്ല. അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു മേൽനോട്ടം. ഓക്കെ, അത് വാനപ്രസ്ഥം. വാനപ്രസ്ഥാനന്തരം അവൻ സന്യാസമാണ്, പൂർണ്ണ സന്യാസം. അപ്പൊ എവിടെയെങ്കിലും തീർത്ഥാടനത്തിന് അങ്ങ് പോയി, കാശി, ബദരിനാഥ്, കേദാരം, ശൃംഗേരി, എങ്ങോട്ടെങ്കിലും പോയി അവിടെ അങ്ങ് ഒടുങ്ങി തീർന്നു. ആ പോക്കിലാണ് പുള്ളി ദൈവത്തെ അന്വേഷിക്കുന്നത്. അപ്പോ അവസാനത്തെ അജണ്ടയിലെ അവസാനത്തെ ഇനം ദൈവാന്വേഷണം. മരണത്തിന്റെ സമയത്ത് കുഴിയിലോട്ട് പോകുമ്പോൾ
ഇതാണ് ദൈവാന്വേഷണം. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇതുപോലെ അവധിയൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി ദൈവത്തെ അന്വേഷിക്കാം. ഇതാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി അതൊന്നുമല്ല. ക്രിസ്ത്യാനിറ്റി മനുഷ്യന്റെ ദൈവാന്വേഷണം അല്ല, ദൈവത്തിൻ്റെ മനുഷ്യാന്വേഷണമാണ്. ഇതാണ് ഇതിനെ വ്യത്യാസമാക്കുന്നത്. രണ്ട് ഇതാണ്. മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു, അവൻ്റെ നിരാശകളിൽ, അവൻ്റെ തകർച്ചകളിൽ, അവൻ്റെ രോഗങ്ങളിൽ, അവൻ്റെ ആകുലങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, സങ്കടങ്ങളിൽ, സംശയങ്ങളിൽ. ഈ സമയത്തെല്ലാം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കും. ദൈവമില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ആവർത്തിച്ചും പറയുന്നൊരു കൂട്ടരുണ്ട് എത്തീസ്റ്റുകൾ. എന്തെങ്കിലും ഒരു അപകടമോ ദുരന്തമോ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്തീസ്റ്റുകളുടെ പേജ് നോക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ ദൈവത്തെ പുലഭ്യം പറയും. എനിക്ക് പിടികിട്ടുന്നില്ല ഈ എത്തീസ്റ്റുകൾ ഇങ്ങനെ തുടങ്ങുന്നത് എന്നാന്ന്. എത്തീസ്റ്റുകളുടെ പേജ് വായിച്ചാൽ മതി, എല്ലാ സങ്കടവും മാറും, നമ്മൾ ചിരിച്ചിടപാട് തീർത്തു. കാരണം ദൈവമില്ലെന്ന് എപ്പോഴും പറയുന്നവര് എവിടെയെങ്കിലും ഒരു ബോട്ട് മുങ്ങി 34 പേര് മരിച്ചാൽ ആ ദൈവം ആ ഡാഷ്മോൻ എവിടെയായിരുന്നു? പിന്നെ പൂരത്തെറിയാണ്, ദൈവത്തെ തെറിയാണ്. ഇല്ലാത്ത ദൈവത്തെ ഇവരും നിരീശ്വരവാദികളും അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ അടിസ്ഥാനപരമായിട്ട് അവന്റെ ദുഃഖങ്ങളിലും തകർച്ചകളിലും നിരാശകളിലും വേദനകളിലും വിഷമങ്ങളിലും സംശയങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ ദൈവത്തെ അന്വേഷിക്കുക. അപ്പൊ ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളത് അതൊരു കോമൺ ആയിട്ടുള്ള ചിന്തയാണ്. അതിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ഏത്? ക്രിസ്ത്യാനിറ്റിയുടെ പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ പുറങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ദൈവമേ നീ എവിടെയാണ്, നീ അകന്നു പോകുന്നത് എന്താ, നീ മറഞ്ഞിരിക്കുന്നുവോ, നീ എവിടെയാണ്, നീ എൻ്റെ നിലവിളി കേൾക്കുന്നില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാക്യങ്ങളുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അർത്ഥനകൾക്കും എല്ലാം പൂർത്തീകരണമായിട്ട് ഈ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഇത്തരത്തിലുള്ള ക്വസ്റ്റുകൾ എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഈ ഇൻകാർണേഷൻ സംഭവിക്കുന്നത്. In the beginning was the word, and word was with God, and word was God. That word became flesh and dwelt among us with full of grace and truth. അപ്പം പൂർണ്ണമായി കൃപയോട് സത്യത്തോട് നമ്മുടെ ഇടയിൽ വസിച്ചു. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? കണ്ടു, നോക്കി, തൊട്ടു, കേട്ടു, രുചിച്ചറിഞ്ഞു. ഇവര് ഈ അനുഭവത്തെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. കേട്ടുകേൾവിയല്ല. ക്രിസ്ത്യാനിറ്റി ഒരു ശ്രുതിയല്ല, എവിടെയോ കേട്ടു ഇങ്ങനെ. നോ, അതൊരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോ ഐസക് ന്യൂട്ടൺ ആപ്പിള് മരത്തിന്റെ ചുവട്ടില് ഇരുന്ന് പുള്ളിയുടെ തലയിൽ ആപ്പിള് വീണു. അപ്പൊ പുള്ളി ഭൂഗുരുത്വ ആകർഷണം കണ്ടുപിടിക്കുകയാണ്. പിന്നീട് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ, ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അല്ലേ? ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തന്നെ തുടരുവാനുള്ള ഒരു പ്രവണത ഉണ്ടായിരിക്കും. ഒരു അൺലെസ് ഇറ്റ് ഈസ് applied by an external force, it will remain in its state of എന്താണ്, അവിടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക, ത്വരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനൊരു ഇംഗ്ലീഷിലൊരു വാക്കുണ്ടായിരുന്നു, ന്യൂട്ടന്റെ ലോ ആണ്, ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ. അതുപോലെ തന്നെ തേർഡ് ലോ, അത് ഓപ്പോസിറ്റ്, തുല്യവും വിപരീതവുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ. ഒരു ആക്ഷൻ, ഒരു ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫോഴ്സിന് ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ഭൂഗുരുത്വാകർഷണ നിയമം, ലോ ഓഫ് ഗ്രാവിറ്റി, ഇതൊക്കെ ഈ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു. ഐസക് ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ടിരുന്ന ആപ്പിൾ അദ്ദേഹത്തിന്റെ തലയിൽ വീണു. ഈ ആപ്പിൾ മരം ഇംഗ്ലണ്ടിൽ സംരക്ഷിച്ചിട്ടുണ്ട്. യേശു ഇരുന്ന് പ്രാർത്ഥിച്ച് ഒലിവ് മരം ഉണ്ടെന്നൊക്കെ പറയുന്നല്ലേ. ഇപ്പം ഏതോ ഒരു ആപ്പിൾ മരം അവരിങ്ങനെ, ഞാൻ കണ്ടിട്ടുണ്ട് ആപ്പിൾ മരം,
ന്യൂട്ടൺ ഇരുന്നാന്ന് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോ ലോകത്തൊരു വിദ്യാർത്ഥിയും സ്കൂളിൽ ചേർത്ത് കഴിയുമ്പം ആപ്പിൾ മരത്തിന്റെ കീഴെ ഇരിക്കാൻ വേണ്ടി പോകുന്നില്ല. അവനെ അങ്ങനെ പറഞ്ഞു വിടുന്നുമില്ല. ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ന്യൂട്ടന് കിട്ടിയ ആ ഒരു വെളിപ്പാട്, അറിവ്, അത് മനുഷ്യവർഗത്തിന്റെ കളക്റ്റീവ് നോളജിന്റെ ഭാഗമായി. ഇപ്പം അതിൽ നിന്ന് നമ്മൾ പോരുക. അല്ല ഓരോരുത്തരും പോയി ആപ്പിൾ തലയെ വീഴുന്നവരെ അവിടെ പോയി ഇരിക്കുകയല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലികമാണ് സഭ. ചർച്ച് ഈസ് അപ്പോസ്തോലിക് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ അനുഭവം, അപ്പോസ്തോലിക കാഴ്ചപ്പാട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കുന്നത്. അപ്പൊ 2026 യാക്കോബായ സഭ അപ്പോസ്തോലിക സഭയാണെങ്കിൽ അപ്പോസ്തലനായ പത്രോസിനും അപ്പോസ്തലനായ യോഹന്നാനും അപ്പോസ്തലനായ പൗലോസിനും അപ്പോസ്തലനായ എല്ലാ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിട്ടുള്ള അനുഭവം, അവരാർജിച്ച അറിവ്, അതിൻ്റെ ആകത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കുന്നത്. പത്രോസ്ലീഹ ദൈവത്തെ കണ്ടോ ഇല്ലയോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. പൗലുസ്ലീഹ ദൈവത്തെ കണ്ടോ ഇല്ലയോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. യൂഹാനാൻ ശ്ലീഹ ദൈവത്തെ കണ്ടോ ഇല്ലയോ? ഇവരാരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം തുടരാം. ഇനി നിങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു അന്വേഷണം തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ അപ്പോസ്തോലിക സഭയല്ല. യു ആർ നോട്ട് അപ്പോസ്തോലിക് ചർച്ച്. എന്താണ് ഈ അപ്പോസ്തോലിക് സഭ? ഞാനിത് പെന്തക്കോസ് വിട്ടിട്ട് അപ്പോസ്തോലിക സഭയ്ക്ക് വേണ്ടിയും അപ്പോസ്തോലിക സഭകളുടെ ആദർശത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഉപദേശത്തിന് വേണ്ടിയും ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ചുമ്മാതാന്നാണ് നിങ്ങൾ ഓർത്തത്. എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ തനി പെന്തക്കോസ്, തറ പെന്തക്കോസ്, അതിനേക്കാൾ അതപ്പതിച്ച് ദൂഷിച്ചു. കാരണം നിങ്ങൾ വെച്ചിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്, നമുക്ക് ദൈവത്തെ അന്വേഷിക്കുക. എന്തിനാ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ അപ്പോസ്തലന്മാർക്ക് കണ്ടെത്താൻ പറ്റിയില്ലേ? അപ്പൊ പിതാക്കന്മാർ, അപ്പൊ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഇത് ഏറ്റു പറയുന്നതാണ്. അപ്പൊ എന്താണ് വിശ്വാസ പ്രമാണം, എന്താണ് ലിറ്റർജി, എന്താണ് ഈ സാക്രമെന്റ്സ്, ഇത് മനസ്സിലാക്കിയാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇത് എന്താണ് ഈ ഹാൻഡഡ്? അത് കാരണം നിരന്തരമായ ആവർത്തിച്ചുള്ള പെന്തക്കോസ്ത് പരിചയത്തിൽ നിന്നാണ് ഈ അപചയം ഉണ്ടാകുന്നത്. ഇനി അപഭ്രംശം എന്ന് പറയുന്നതിന്റെ കാരണം പെന്തക്കോസ്ത് പരിചയമാണ്. പെന്തക്കോസ്തുകാരുമായിട്ട് നിരന്തരം ഇടപെടുക, അവരുടെ പാട്ടുകൾ പാടുക. അപ്പൊ അവരുടെ പാട്ടുകളിലെ ആശയങ്ങൾ അങ്ങനെയാണ്. ദേ ആർ ലോസ്റ്റ്, ദേ ആർ ഓർഫൻഡ്, ദേ ആർ എലിനേറ്റഡ്. അപ്പോ അവരനാഥരാണ്, അവര് വിദൂരസ്ഥരാണ്, അവരന്യരാണ്. അപ്പൊ അവർക്ക് വേപതുണ്ട്. അവരെന്ത് ചെയ്യാണ്? ദൈവത്തെ അന്വേഷിക്കണം. ദൈവമേ വേഗം വരണമേ, എന്നെ കൈവിടരുതേ, എൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തണമേ. പെന്തക്കോസ്ത് സഭകളിൽ, ഈ ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളിൽ ഞായറാഴ്ച അവരുടെ പ്രാർത്ഥനാ യോഗത്തിൽ ഇടയ്ക്ക് അവരുടെ ഒരു പ്രധാന പരിപാടിയാണ് സങ്കീർത്തനം വായിക്കുക. എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും. യാക്കോബായ സഭയിൽ പഴമ വായിക്കുമ്പോൾ ഇരിക്കുകയാണ്, എഴുന്നേക്കത്തില്ല. അത്ര വ്യത്യാസമുണ്ട്. ഇപ്പൊ എഴുന്നേറ്റ് നിന്നിട്ട് അവര് വായിക്കും, ദൈവമേ ഞങ്ങളെ രക്ഷിക്കാൻ ഓടി വരണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ തുണയ്ക്കായി വേഗം വന്നോണേ, ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്താണ് ഇൻകാർണേഷൻ എന്ന് അവർക്കറിയത്തില്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ രഹസ്യം ഇൻകാർണേഷനാണ്. ഇപ്പൊ ഇൻകാർണേഷനിൽ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു ദൈവദർശനം, ലോകദർശനം, അതാണ് പൗരസ്ത്യ ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. എന്താണ് ഇൻകാർണേഷൻ? അദൃശ്യനാണ് ദൈവം. അൻറ്റിൽ ദെൻ ഇൻവിസിബിൾ. ഗോഡ് ഈസ് ഇൻവിസിബിൾ, പക്ഷേ ഇറ്റ്സ് നോ ലോങ്ങർ ഇൻവിസിബിൾ, ഹി ഈസ് വിസിബിൾ നൗ. അപ്പോ ദൈവം, അദൃശ്യനായ ദൈവം ഇപ്പോൾ എന്തായി തീർന്നു? ദൃശ്യനായി തീർന്നു. പിടികിട്ടിയ? അദൃശ്യനായ ദൈവം is no longer invisible, now he is visible.
പ്രപഞ്ചത്തിൽ ആദ്യമായി ദൈവത്തിന്റെ മുഖം കണ്ടത് പരിശുദ്ധ കന്യകാമറിയമാ. അതുകൊണ്ടാണ് നമ്മൾ ഹോളി തിയോട്ടോക്കോസ് എന്ന് വാഴ്ത്തുന്നത്. മടിയിലെടുത്ത് ലാളിച്ചു, മുഖത്തേക്ക് നോക്കി. ദൈവത്തെ ആരും തൊട്ടിട്ടൊന്നുമില്ല. ദൈവത്തെ ആദ്യം തൊട്ടതും പരിശുദ്ധ കന്യാമറിയമാണ്. പിന്നെ പാപികൾക്കും വേശ്യകൾക്കും ചുങ്കക്കാർക്കും ഒക്കെ ദൈവത്തെ തൊടാൻ പറ്റി. ഒടുവിൽ പടയാളികൾ തൊട്ടു, ദൈവത്തെ കുരിശിൽ തൂക്കി. ഹിസ് നോ ലോങ്ങർ ഇൻവിസിബിൾ. അപ്പോ ദൈവം തന്നെ ദൃശ്യനാക്കി. ഈ ദൂരസ്ഥനായിരുന്ന ആ ദൈവം ഇപ്പോൾ സമീപസ്ഥനാണ്. ഈ സോ നിയർ. ഇതാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചത്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നോക്കി, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കേട്ടു. ഈ വിശ്വാസത്തെ അതേപടി ഹോൾഡ് ചെയ്യുക. കേവല വിശ്വാസമല്ല, എക്സ്പീരിയൻസ്. എന്താണത്? എക്സ്പീരിയൻസ്. അപ്പോസ്തോലിക് എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിന്റെ അതേ സ്പിരിറ്റിൽ നിൽക്കുന്ന സഭയാണ് അപ്പോസ്തോലിക് സഭ, അപ്പോസ്തോലിക് ചർച്ച്. നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടോ? ഇപ്പോ പൗലോസ് ശ്ലീഹായുടെയോ പത്രോസ് ശ്ലീഹായുടെയോ യോഹന്നാൻ ശ്ലീഹായുടെയോ കാലത്ത് ഒരു കോൺഫറൻസ് വെച്ചിട്ട് പറയാ, നമുക്ക് യഹോവയെ അന്വേഷിക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ, നമുക്ക് അന്വേഷണം തുടങ്ങാം എന്ന് അവർ പറയുമോ? ശരി, ആദ്യം നമുക്ക് 2 പാട്ട് പാടാം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ ഗ്ലോറി കുശവൻ കയ്യിൽ. ഇങ്ങനെ പാട്ടൊക്കെ പാടി നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. നോ നോ നോ. നമ്മളെന്തിനാണ് ദൈവത്തെ അന്വേഷിച്ചത്? ദൈവം എന്ത് ചെയ്തു? ഹി മെയ്ഡ് ഹിംസെൽഫ് അവൈലബിൾ ടു അസ്. He made himself visible to us. He made himself audible to us, and he made himself tangible. സ്പർശനീയനാക്കി മാറ്റി, നമുക്ക് തൊടാൻ പറ്റി. ഇതാണ് അപ്പോസ്തോലിക വിശ്വാസം. ഇതാണ് അപ്പോസ്തോലിക സഭ എന്ന് പറഞ്ഞാൽ. ഈ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാന്ന് വെച്ചാൽ അടിസ്ഥാനങ്ങൾ ഇല്ലെന്നുള്ളതാണ്. 2 കാര്യങ്ങള് മനസ്സിലാക്കിയാൽ തെറ്റിപ്പോകാതിരിക്കും. ഒന്ന്, ഈ ഡ്യുവലിസം ആണ്, ഡ്യുവലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്. ഡ്യുവലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മൾ ഈ ലൈവിൽ പറഞ്ഞിട്ടുള്ള ഡ്യുവലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വേറെ ഒരാളാണ്, നമ്മളിൽ നിന്ന് വ്യത്യസ്തനായി വ്യതിരിക്തനായി വേറെ എവിടെയോ ദൈവം പോയിരിക്കുകയാണ്, നമ്മളുമായിട്ട് ബന്ധമില്ല. ട്രാൻസിഡൻസ് ഓഫ് ഗോഡ് എങ്ങോ കണ്ടിരിപ്പുണ്ട്, അറിയില്ല. അപ്പോൾ അത് മാറ്റിയത് ഈ ഇൻകാർണേഷനാണ്. ഈ സമങ്ങസ് ഇമാനുവേൽ, ദൈവം നമ്മോട് കൂടെയാണ്, നമ്മിൽ നിന്ന് അകലെയല്ല. ഇമാനുവേൽ എന്ന് പറയാൻ പറ്റും. ഇമാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്, ആൻഡ് ഗോഡ് ഈസ് among us, and God is like us, and God is one among us. He made himself like us so that he want us to be like him. അപ്പോ നമ്മളെ അവനെ പോലെ ആക്കാൻ അവൻ നമ്മെ പോലെ ആയി. ഈ അടിസ്ഥാന തത്വം ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതി വെക്കേണ്ട ആളുകളാണ് സുറിയാനി സഭയിലെ വിശ്വാസികൾ. അപ്പോ നമ്മുടെ ചർച്ചാ വിഷയം ദൈവാന്വേഷണമല്ല, ദൈവീകരണമാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. ഒരു സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചിന്താ വിഷയത്തിൽ ദൈവാന്വേഷണം എന്ന ടൈറ്റിൽ വന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. പക്ഷെ ദൈവാന്വേഷണമല്ല വേണ്ടത്, ദൈവീകരണമാണ്, തിയോസിസ് ആണ്. നമ്മൾ വെക്കേണ്ട ടൈറ്റിൽ അതാണ്. ദൈവീകരണത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, കാരണം ദൈവത്തെ നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ മറ്റ് മതങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അവിടെ നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്ന രീതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ശിശുവിന് മാമോദിസ കൊടുക്കുകയാണ്.
എന്തിനാണ് മാമോയിസ കൊടുക്കുന്നത്? മാമോയിസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ശിശുവിനെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുക. നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ചെന്ന് പഠിക്കാൻ ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രതീക്ഷ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാം. അപ്പം അതിലേക്കുള്ള പെർസ്യൂട്ട്സ് ആണ്. നമ്മൾ പോവാണ് ഗ്രാജുവേഷനിലേക്ക്. പക്ഷേ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്ത് ഫസ്റ്റ് ഡേ നമുക്ക് വന്നിട്ട് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് തരികയാണ്. എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യു ആർ ഗ്രാജുവേറ്റഡ്. അപ്പൊ പിന്നെ എന്താണ് നമ്മുടെ പഠനം? എന്താണ് നമ്മുടെ പരിശ്രമം? എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്? എന്തിനാണ് നമ്മുടെ ഈ ഫോർ വാട്ട് അവർ പെർസ്യൂട്ട്സ് ആർ? ഐ ഡോണ്ട് നോ. എന്താണിത്? യെസ്, യു ആർ ഗ്രാജുവേറ്റ്. 4 കൊല്ലം കഴിയുമ്പോൾ ഇവാലുവേഷൻസ്, ടാബുലേഷൻസ് ആൻഡ് ഫൈനലി റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ്. അങ്ങനെയല്ല. The very first day you are graduate. That is മാമോദിസ. ഇപ്പൊ മാമോദിസയിൽ ഇവൻ എന്ത് ചെയ്യാണ്? നിത്യജീവന് വേണ്ടി മുദ്ര കുത്തുകയാണ്. നിത്യജീവന് വേണ്ടി മുദ്ര കുത്തുകയാണ്. നിത്യജീവനെ നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുക, അന്വേഷിക്കുക. ഇതൊക്കെയാണ് പെന്തക്കോസ്തുകാർ ചെയ്യുന്നത്. അവർക്ക് ദൈവാന്വേഷണമാകും, അവരന്വേഷിക്കണം. പക്ഷേ ഇവിടെ സുറിയാനി സഭയിലെ ഒരു വിശ്വാസിയെ മെത്രാപ്പൊലിത്തയോ അല്ലെങ്കിൽ കശീശോ ആരുമായിട്ട് അവർ മാമോയിസ കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് നിത്യജീവന് വേണ്ടി മുദ്ര കുത്തുന്നു എന്ന് പറഞ്ഞ മാമോയിസ കൊടുത്ത അച്ഛന് ഈ വിശ്വാസമില്ല, ബോധ്യമില്ല, അറിവില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചിന്താവിഷയത്തിലോട്ട് പോകും. നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തെ. അപ്പൊ ഇത് നമ്മൾ 100%, നമ്മളിപ്പം തുടങ്ങുന്നത് 0-ലാണ്. 0-യിൽ നിന്ന് ഇങ്ങനെ കയറി 10%, 15%, 20%, 25%, 28%, കയറി 79%, 80, 83, 87, 89, 90, 92, ഇങ്ങനെ കയറി ജീവിതത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും നമ്മൾ 100. അതല്ല ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ വെരി ബിഗിനിങ്ങിൽ തന്നെ 100-ആണ്, 100%. അപ്പൊ ചാർജിങ്ങുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചാർജ് കുറയില്ലേ എന്ന് തോന്നുന്നു. അത് നമ്മുടെ ഈ കൺവെൻഷണൽ ബാറ്ററീസിനെ പറ്റിയാണ്. ഇപ്പൊ പുതിയ ഫ്ലോറിഡയിൽ ഒരു കമ്പനി റേസ് ചെയ്തിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് 40 വർഷം വിത്തൗട്ട് ചാർജ് കാർ ഓടിക്കാൻ പറ്റുമെന്ന്. 40 വർഷം മാക്സിമം കാറിന് ആയുസ് അത്രേ ഉള്ളൂ, അവിടം വരെ ഓടും. അതൊരു ന്യൂക്ലിയർ പവറിലാണ്. പവർ കുറയുമെന്ന് പേടിക്കണ്ട, ചാർജ് പോകുമെന്ന് പേടിക്കണ്ട. അതിനേക്കാളൊക്കെ എത്രയോ ശക്തിയുള്ള ബാറ്ററിയാണ് ക്രിസ്തു, ജീവന്റെ ഉറവിടം, ഓതർ ഓഫ് ലൈഫ്. ആ ക്രിസ്തുവിനെ ഇൻസ്റ്റോൾ ചെയ്യുകയാണ് മാമോയിസയിൽ. ഇൻസ്റ്റലേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ ക്രിസ്തുവിനെ ഇൻസ്റ്റോൾ ചെയ്താണ് ഒരാളെ ക്രിസ്ത്യാനിയാക്കുന്നതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്മേറ്റഡ് വണ്ണാണ്. ക്രിസ്തു ഇൻസ്റ്റോൾഡ് ആയിരിക്കുന്നു. ഇപ്പൊ ക്രിസ്തു എന്ന അതിശക്തമായ, ഒരിക്കലും പ്രഭ കുറയാത്ത, ചൈതന്യം കുറയാത്ത, ഊർജ സ്രോതസ്സായ ആ ക്രിസ്തുവിനെ ഇവന്റെ അകത്ത് പിടിപ്പിക്കുന്ന പരിപാടിയാണ് മാമോയിസ എന്ന് പറഞ്ഞു. പിന്നെ അതിനപ്പുറത്തൊന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല. 100%, 100%. പിന്നെ നീ ധ്യാനിപ്പിച്ചിട്ട് എന്തുവായി കയറ്റാൻ പോകുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ അന്വേഷിക്കുന്നത്? മനസ്സിലായി? 100%. അപ്പോൾ ഇതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അപ്പൊ എവിടെയോ ശോഷണം സംഭവിച്ചു, എവിടെയോ മോഷണം സംഭവിച്ചു, എവിടെയോ ഇതൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ ഭിക്ഷാംദാഹികൾ എന്ന പോലെ ഉള്ള ആത്മീക അന്വേഷകരുടെ അതേ ഗതിയിലേക്ക് അതപ്പതിച്ച് മറ്റു മതങ്ങളെ പോലെ, മറ്റ് തത്വചിന്തകളെ പോലെ ലോസ്റ്റ് ആൻഡ് എലിനേറ്റഡ് പൊസിഷനിലേക്ക് വന്നിരിക്കുക. അങ്ങനെയല്ല. സഭയെ നീ സൗഭാഗ്യവതി. കാരണം നമ്മൾ ആദ്യം നമ്മളെ എന്താണെന്നും അപ്പോസ്തോലിക വിശ്വാസം എന്താണെന്നും അപ്പോസ്തോലിക പാരമ്പര്യം എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം.
ഈ അപ്പോസ്തോലിക പാരമ്പര്യം നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞു, പല ആളുകൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, മോശമായി പോയി പാസ്റ്ററെ ഞങ്ങളെ അങ്ങനെ കുറ്റം. ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, കാരണം നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അപ്പോസ്തോലിക പാരമ്പര്യം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയില്ല. അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഇങ്ങനെ പാടില്ല. അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കോൺസെപ്റ്റ്. അതൊരു കോൺസെപ്റ്റ് അല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു. ഇന്ന് നിങ്ങൾ ആരില്ലേ നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടിരുത്തുന്നു? അല്ല തെങ്ങിന്റെ ചോട്ടിലങ്ങനെ കൊണ്ടിരുത്തും, അല്ല തേങ്ങായും തല വീഴട്ട്, അതായത് ചക്ക തല വീഴട്ട്, പ്ലാവിന്റെ ചോട്ടിൽ കൊണ്ട്. ഇതൊന്നും ആരും ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അട്ടർ ഫൂളിഷ്നെസ് ആൻഡ് നോൺസെൻസ്. പിന്നെ ഈ അവധിക്ക് നമുക്ക് മരച്ചോട്ടിൽ ഇരിക്കാം, വല്ല വീഴുന്നുണ്ടോ നോക്കാം എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, യു മസ്റ്റ് നോ എന്താണ് സത്യവിശ്വാസം എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒത്തിരി പേര് അതിനെപ്പറ്റി സംശയം ചോദിച്ചു, ക്ലാരിറ്റി ചോദിച്ചു. എന്താണ് ക്ലാരിറ്റി എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി തരുന്നത്. സോ യു മസ്റ്റ് നോ. ഈ പഴയ നിയമത്തിൽ അങ്ങനെ പല വാക്യങ്ങളും കാണും, സിമിലർ വാക്യങ്ങളൊക്കെ പലയിടത്തും കാണും. ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് എഴുതപ്പെട്ടതെന്ന് ആദ്യം നോക്കണം. ഇനിയും ഒരു സത്യവിശ്വാസി ദൈവത്തെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇനിയും നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ കഷ്ടം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിയാണ്? ഹൗ ക്യാൻ യു ബി എ ക്രിസ്ത്യൻ? ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളവൻ. ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, ക്രിസ്മേറ്റഡ് വൺ ആണ്. ക്രിസ്തു എന്ന ശിരസിൽ നിന്ന് ആ അഭിഷേക തൈലം ഒഴുകി വന്ന് ക്രിസ്തു എന്ന മഹാശരീരത്തിൽ അംഗമായി തീർന്നവൻ, അവനാണ് ക്രിസ്തു, അവനാണ് ക്രിസ്ത്യാനി. ആ മഹാസംഭവമാണ് മാമോദിസയിൽ നടന്നത് എന്ന് പറയുന്നത്. അപ്പൊ ആ മാമോദിസ എടുത്തവനും ആ മാമോദിസ കൊടുത്തവനും ഒരുപോലെ പറയാണ് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ they themselves nullify their baptism. They declare that our baptism was null and void, meaningless and useless. അപ്പൊ ഇത് റിയാലിറ്റി ആയിട്ട് കണക്കാക്കുന്നില്ല. അതൊക്കെ ഒരു തമാശയായിട്ടും ആചാരങ്ങളിലെ ആചാരമായിട്ടും അനുഷ്ഠാനങ്ങളിലെ അനുഷ്ഠാനമായിട്ടും കേവലം ഒരു ചടങ്ങായിട്ടും ഒക്കെ ഗ്രഹിക്കപ്പെടുന്നു, വ്യാഖ്യാനിക്കപ്പെടുന്നു. പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെ അന്വേഷിക്കാം. കാരണം നമുക്ക് ദൈവമില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല. വിശുദ്ധ കുർബാന കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളാണ്, ആണോ അല്ലയോ? ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ ആഘോഷിക്കുന്ന പുരോഹിതന്മാർ അവരത് വിശ്വാസികൾക്ക് കൊടുക്കുന്നു, വിശ്വാസികൾ അത് അനുഭവിക്കുന്നു. ഇതൊരു നാടകമാണോ? ഇതൊരു എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത് ചെയ്തിട്ട് നിങ്ങൾ പറയാം നമുക്ക് ദൈവത്തെ യഹോവ അന്വേഷിക്കാം. ദാറ്റ് ഈസ് നോൺസെൻസ്. ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നത്. ഫോർ വാട്ട്? ഞങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ റിയൽ അല്ലെന്നുള്ളതാണ്, റിയാലിറ്റി അല്ല. നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ കുർബാന പരാജയമാണ്, അത് ഫേക്കാണ്, ആൻഡ് യു ആർ ഫേക്ക്, യു ആർ ഡിസീവിങ് യുവർ സെൽഫ്. ആൻഡ് സെൽഫ് ഡിസെപ്ഷൻ എന്നാണ് പറയുന്നത്. ഏറ്റവും ദ ഗ്രേറ്റസ്റ്റ് ഒഫൻസ് ആണ് ക്രിസ്ത്യാനിറ്റിയിൽ. ഈ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സെൽഫ് ഡിസെപ്ഷനെയാണ്. മലയാളത്തിൽ ആത്മവഞ്ചന എന്ന് പറയും. കാരണം നമുക്ക് ദൈവവുമായിട്ട് ബന്ധമില്ലെന്നും നമുക്ക് ദൈവത്തെ അന്വേഷിക്കണമെന്നും പറയുകയും അതേസമയം വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അത് വിഭജിക്കുകയും അത് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പൊരുത്തക്കേടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ സുറിയാനിക്കാരാകണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പെന്തക്കോസുകാരല്ല. പെന്തക്കോസുകാരുടെ പാട്ട് നിങ്ങൾ പാടരുത്. പെന്തക്കോസുകാരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ പറയരുത്. പെന്തക്കോസുകാരുടെ 1001 പ്രസംഗം എന്നുള്ള പ്രസംഗക്കുറിപ്പിന്റെ പുസ്തകം എല്ലാ അച്ഛന്മാരും മേടിച്ചു വെച്ചിട്ടുണ്ട് വീടുകളിൽ. അത് നോക്കിയാ പ്രസംഗിക്കും. അതൊക്കെ കത്തിച്ച് കളയണം, ചുമ്മാ കത്തിക്കണം. അത് കത്തിക്കാൻ വേണ്ടി
തീജ്വാലയുടെ ശുശ്രൂഷ വരുന്നും കാത്തിരിക്കേണ്ട. അവന്മാരുടെ ഈ ചവർ പുസ്തകം തീജ്വാലയിൽ നിന്നും കൊണ്ട് ഇടാനുള്ള യോഗ്യതയില്ല. കത്തിച്ചു കളയണം. കാരണം നിങ്ങൾ സത്യവിശ്വാസമല്ല പ്രസംഗിക്കുന്നത്. ഞാൻ ഈ യൂട്യൂബിലിരുന്ന് കേൾക്കുന്നുണ്ട്. അതിപ്പം വടവൂട് പള്ളിയിലെ ആയാലും മണറാട് പള്ളിയിലെ ആയാലും കോതമംഗലം പള്ളിയിലെ ആയാലും കുറുപ്പുംപടി പള്ളിയിലെ ആയാലും ഒക്കെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേൾക്കുന്നത് മുഴുവൻ പെന്തക്കോസ്ത് പ്രസംഗങ്ങളാണ് വരുന്നത്. പെന്തക്കോസ്തുകാരുടെ ആശയങ്ങളാണ് വരുന്നത്. ഒരിക്കലും ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ആശയമല്ല, അപ്പോസ്തോലിക വിശ്വാസമല്ല. ഇപ്പൊ എന്താണ് അപ്പോസ്തോലിക വിശ്വാസം എന്ന് ഇപ്പൊ നിങ്ങൾക്ക് കൂടി കിട്ടിയോ? അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോസ്തലൻ ഉണ്ടായിരുന്ന വിശ്വാസം നിങ്ങളുടെ ബിഷപ്പിനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോസ്തോലിക സഭയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അപ്പോസ്തോലിക സഭയാകുന്നത്? അപ്പൊ അതുകൊണ്ട് കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ ഏതാണ് അപ്പോസ്തോലികവും സാർവത്രികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. വി ബിലീവ് ഇൻ വൺ ഹോളി അപ്പോസ്തോലിക് യൂണിവേഴ്സൽ ചർച്ച്. അല്ല, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അതിലാ വിശ്വസിക്കുന്നെങ്കിൽ അത് ഫോളോ ചെയ്യണ്ടേ? അപ്പോസ്തലന്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അതിപ്പോ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരായിട്ട് വിശ്വാസം ആർജിക്കേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ന്യൂട്ടന്റെ ഉദാഹരണം പറഞ്ഞ് ഞാൻ കണ്ടത് ആപ്പിൾ മരം ഇംഗ്ലണ്ടിലാണ്. എന്നിട്ട് എനിക്ക് അതിന്റെ കീഴെ പോയിരിക്കണമെന്ന് അവിടെ ഇരുത്തൊന്നുമില്ല കേട്ടോ. എന്നാൽ അപ്പുറത്തൊരു ആപ്പിളിന്റെ വീട്ടിനോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? An object remain its state of rest or അതിന്റെ വിശ്രമാവസ്ഥയിലോ മൂവിങ് അവസ്ഥയിലോ അത് തുടരും. ന്യൂട്ടൺ എഴുതി വെച്ചു. ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. അപ്പോ ആപ്പിൾ താഴോട്ട് പോകുന്നു, എങ്ങനെയായിരിക്കും? അപ്പൊ ന്യൂട്ടൺ ചിന്തിച്ചു, ഏതോ ഒരു ഫോഴ്സ് ഉണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഇനി തൊട്ട് നമ്മളെല്ലാം പോയി തെങ്ങിൻ്റെ ചോട്ട് ഇരിക്കാം, ധ്യാനിക്കാം, തേങ്ങ തന്ന് തലേ വീഴട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വല്ല കാര്യം നടക്കുമോ? അപ്പൊ അത് നമ്മൾ ഉപേക്ഷിക്കുക, അത്തരത്തിലുള്ള ചിന്തകൾ വിടുക. അപ്പോസ്തോലിക സഭയാണ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തോലിക സഭയായിട്ട് നമ്മൾ നിൽക്കുക. അപ്പോസ്തോലിക സഭ ആയിട്ട് തന്നെ നിൽക്കുക. എന്താണ് അപ്പോസ്തോലിക സഭ? അപ്പോസ്തോലിക വിശ്വാസം, ഹോളി അപ്പോസ്തോലിക് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹോളി അപ്പോസ്തോലിക് ഫെയ്ത്ത് എന്താണ്? ഇപ്പം പുകവലി മരണ കാരണമാകും, അങ്ങനെയാണ്. ഇപ്പം ഇന്ത്യയിലൊക്കെ സിഗരറ്റ് കൂടുതൽ എഴുതുന്നത്, സിനിമയിൽ കാണിക്കുന്നതൊക്കെ. എന്നിട്ടും അവർ സിഗരറ്റ് വലിക്കുകയാണ്, മരിച്ചാലും തിരക്കേടില്ല. അപ്പൊ പുകവലിക്കുന്ന ഒരാൾ സിഗരറ്റിനെ സ്നേഹിക്കുന്നത്തോളം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെയും ഉപദേശത്തെയും പൈതൃകത്തെയും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു മദ്യപാനി മദ്യത്തെ സ്നേഹിക്കുന്നു, അവനോട് പലരും പറയുന്നത് കുഴപ്പമാണ്, ആയിക്കോട്ടെ. അപ്പോ ഒരു മദ്യപാനിക്ക് മദ്യത്തോടുള്ള സ്നേഹം, ഒരു പുകവലിക്കാരന് സിഗരറ്റിനോടുള്ള സ്നേഹം, അതിന്റെ 10,000-ൽ ഒരംശമെങ്കിലും ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുറിയാനിക്കാർക്കും യാക്കോബായക്കാർക്കും അവരുടെ പിതാക്കന്മാരോടും അവരുടെ ഉപദേശത്തോടും പാരമ്പര്യത്തോടും വിശ്വാസത്തോടും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു സിഗരറ്റ് വലിക്കാരൻ സിഗരറ്റിനെ സ്നേഹിക്കുന്നത്തോളം നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തെ സ്നേഹിച്ചാൽ മതി. നിങ്ങളും ജയിച്ചു, സഭയും ജയിച്ചു, ലോകവും ജയിച്ചു. ഇതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അത്രയും പോലും സ്നേഹിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ആൻ ഒബ്ജെക്ട് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് എക്സർട്ടഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. അതുവരെ അതിങ്ങനെ നിൽക്കും. അപ്പൊ അതുകൊണ്ട് ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് പുറത്തുനിന്നൊരു ഉന്ത് കിട്ടിയെങ്കിലേ മാറ്റം വരുള്ളെന്നാണ്. സോ ഞാനൊന്ന് ഉന്താൻ തീരുമാനിച്ചു, അതുകൊണ്ടൊന്ന് ഉന്തിയെന്നേ ഉള്ളൂ. വളരെ മോശമാണ്. നിങ്ങളുടെ ചിന്തകൾ ഉണരുന്നെങ്കിൽ നല്ലത്. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.